നമസ്കാരം. തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് ദേവിയുടെ കുടികൊള്ളുന്നത്. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. അടുത്തിടെയാണ് മനോഹരമായ കൊത്തുപണികളോടെ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ഇത് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി അടാട്ട് പഞ്ചായത്തിലെ ചൂരക്കാട്ടുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ നിന്ന് ഏകദേശം 3/4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗയാണ്. മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് ദുർഗാ ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത്. ഈ ദുർഗ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി. ചൂരക്കോട്ടുകാവിലമ്മയുടെ ശ്രീകോവിൽ മേൽക്കൂര ഇല്ലാത്തതും മഴ പെയ്താൽ വെള്ളം ബിംബത്തിൽ പതിക്കത്തക്കവണ്ണം സംവിധാനം ചെയ്തിട്ടുള്ളതുമാണ്. മഞ്ഞും വെയിലും മഴയും കൊള്ളുന്നതുകൊണ്ട് ഇവിടുത്തെ ദേവി നനദുർഗിയെന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കാർത്യായനിയാണെന്നും അനുമാനമുണ്ട്. സാധാരണയായി കാർത്യായനി ക്ഷേത്രങ്ങളിൽ ബിംബത്തിനുമേൽ മഴ കൊള്ളത്തക്ക വിധം സജ്ജീകരിക്കാറില്ല. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ പേരിനോടുകൂടി കാവ് എന്നുകൂടി ചേർത്തിട്ടുണ്ട്. പൊതുവെ കാർത്യായനി ക്ഷേത്രങ്ങൾക്ക് കാവെന്ന് പറയാറില്ല. അതിനാൽ ഇവിടുത്തെ ദേവി നനദുർഗ തന്നെയാണെന്ന് അനുമാനിക്കാം. 108 ദുർഗാ ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചൂരക്കോട്ടുകാവ് ശ്രീ ദുർഗാ ക്ഷേത്രം. 30-ാം തീയതി വൈകിട്ട് 8:30 ദേശവാസികൾ കൊടി കയറ്റിയതോടുകൂടി കൊല്ലത്തെ പൂരാഘോഷം ആഘോഷിച്ചു. അതിനുശേഷം 6 ദിവസങ്ങളായി ഈ ദേശവലത്ത് എന്ന ചടങ്ങ് ഭഗവതി എല്ലാ വീടുകളിലും പോയി പറയെടുത്ത് ഒരു ചടങ്ങാണ്. അത് ഇന്നലെ പൊറനാട്ടുകര മനയ്ക്കിൽ നിന്നും ആരംഭിച്ച് ആ ഭാഗം കഴിഞ്ഞ് ഇന്ന് രാമഞ്ചൽ ഭാഗവും നാളെ വടക്കേ ഭാഗവും പിറ്റേ ദിവസം മുതുവറയും അവസാന ദിവസം തട്ടകത്തും പറയെടുപ്പോടുകൂടി അത് അവസാനിപ്പിക്കും. 6-ാം തീയതി കാലത്ത് 6:30 ദേശവാസികളായ എല്ലാ ഭക്തജനങ്ങളും ഒരു 1000-1500 ആളുകളുടെ അകമ്പടിയോടുകൂടി ചൂരക്കോട്ടുകാവിലമ്മ വടക്കുന്നാഥിലേക്ക് പുറപ്പെടുകയും പോകും വഴി മുതുവറ പുഴയ്ക്കൽ മുതുവറ ശിവക്ഷേത്രം, പുഴയ്ക്കൽ ധർമ്മക്ഷേത്രം വഴി എന്ന് പൂങ്കുന്നം ക്ഷേത്രത്തിൽ പറയെടുത്ത് അവിടെ നിന്ന് കോട്ടപ്പുറം റോഡ് വഴി പോയി കോട്ടപ്പുറം അമ്പലത്തിലെ പറയെടുത്ത് ഏകദേശം 9 മണിയോടുകൂടി നടുവിലാൽ വാര്യമ്മൻ കോവിൽ ഇറക്കി എഴുന്നള്ളിച്ച് അതിനുശേഷം 14 ആനകളുടെ അകമ്പടിയോടുകൂടി കൃത്യം 9:30 100-ൽ പരം കലാകാരന്മാരുടെ അകമ്പടിയോടുകൂടി മേളം തുടങ്ങി 11 മണിക്ക് മേളം അവസാനിച്ച് വടക്കുനാഥിൽ ഉള്ളിൽ കടന്ന് തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി പാർമ്യക്കാവിൽ ചെന്ന് ഇറക്കി എഴുന്നള്ളിക്കും. പാർമ്യക്കാവിൽ ചൂരക്കോട്ടുകാവിലമ്മ എത്തിയതിനു ശേഷം മാത്രമേ പാർമ്യക്കാവിലെ പൂരം ആരംഭിക്കുള്ളൂ. ചൂരക്കോട്ടുകാവിലമ്മയെ പാർമ്യക്കാവ് അമ്പലം ഏൽപ്പിച്ചതിന് ശേഷമാണ് പാർമ്യക്കാവിലമ്മ പൂരത്തിന് പുറപ്പെടുന്നത്. രാത്രി 10 മണിക്ക് നടുവിലായിൽ നിന്ന് തുടങ്ങി 12 മണിക്ക് ശ്രീമൂലസ്ഥാനത്ത് അവസാനിച്ച് അവിടെ ഭഗവതി തറ വലം വെച്ച് ചൂരക്കോട്ടുകാവിലമ്മ നാട്ടിലേക്ക് മടങ്ങി പുറപ്പെടും. ഇവിടെ ഏകദേശം 2 മണി 3 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് 6 മണിയോടുകൂടി ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയും ആറാട്ടിന് ശേഷം കൊടിക്കൽ പൂരം ആരംഭിക്കുകയും ചെയ്യും. കൊടിക്കൽ പൂരം അവസാനിച്ച് രാത്രി 10-10:30 കൊടി ഇറക്കം നടത്തും. അതോടുകൂടി ചടങ്ങുകൾ അവസാനിപ്പിക്കും. ഈ ക്ഷേത്രത്തിന് ചുറ്റും നിരവധി ആലുകളാണ് തണൽ വിരിച്ചിട്ടുള്ളത്. ഭാർഗവരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. എന്നാൽ 108 ദുർഗാലയങ്ങളുടെ പട്ടികയിൽ ചൂരക്കോട് എന്ന ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം കണ്ടശാങ്കടവിന് അടുത്തുള്ളതാണ്. ആ ദേവി ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളി കൂടിയാണ്. പേരിൻ്റെ സാമ്യത കൊണ്ട് ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിച്ചതാകാമെന്ന് തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യത.
ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ഏതാണ് പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രം എന്നുള്ളതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. ഇവിടെ ദേവി പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് ഇരിക്കുന്നത്. പ്രതിഷ്ഠ സ്വയംഭൂവാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടുവരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് ചൂരക്കാട്ടുകര പ്രദേശം യാഗങ്ങളും പൂജാതികർമ്മങ്ങൾ കൊണ്ട് പുണ്യമായ ഭൂമിയായിരുന്നു അത്രേ. പിൽക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ ചൂരൽക്കാടുകൾ കൊണ്ട് നിബിഡമായ വനപ്രദേശമായി മാറി. അപ്പാട്ട് തറവാട്ടുകാരുടെ കൈവശമായിരുന്ന ഈ ഭൂമിയിൽ ഒരു ശില പൊന്തി നിൽക്കുന്നത് വീട്ടിലെ കാരണവരുടെ ശ്രദ്ധയിൽപ്പെട്ടതായി പറയപ്പെടുന്നു. ശിലയിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ കാരണവർ തന്ത്രിമുഖ്യന്മാരെയും ഋഷിമുഖ്യന്മാരെയും വിവരമറിയിച്ചു. അവർ വന്ന് പ്രശ്നചിന്ത നടത്തിയപ്പോൾ ആ കല്ലിൽ ദേവീ ചൈതന്യമുണ്ടെന്ന് കണ്ടെത്തി. അന്നു മുതൽ ദേവിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചൂരക്കൊട്ടുകാവ് ശ്രീ ദുർഗാ ക്ഷേത്രം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും തിരുവമ്പാടി പാറമേക്കാവ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പാണ് ചൂരക്കൊട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ. ഈ ക്ഷേത്രത്തിൽ നിന്ന് 6:30 ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് 6:30 ഇവിടുന്ന് നാട്ടിലെ അപാലവൃദ്ധ ജനങ്ങൾ കൂട്ടമായിട്ട് പൂരത്തിൻ്റെ കൂടെ മുതുവറ ജംഗ്ഷൻ പൂങ്കുന്നം കോട്ടപ്പുറം വഴി ശ്രീമൂലസ്ഥാനത്ത് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് 9:30 14 ആനോട് കൂടിയിട്ട് പൂരം ആരംഭിച്ച് ശ്രീമൂലസ്ഥാനത്ത് 11 മണിക്ക് അവസാനിച്ച് 7 ആന വടക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് തെക്കേ ഗോപുരം ഇറങ്ങി അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം പാറമേക്കാവിൽ ഒരു 11:00 കൂടിയിട്ട് പാറമേക്കാവിലെത്തി എഴുന്നള്ളിച്ച് അതിന് ശേഷമാണ് പാറമേക്കാവ് ഭഗവതി അവിടുത്തെ പൂരത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുകയുള്ളൂ. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ചടങ്ങാണത്. അത് കാരണം കൊണ്ട് ഒരു കാരണവശാലും ആ പൂരം വൈകിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രിക്ക് ഇവിടുത്തെ ഈ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ഘടകക്ഷേത്രങ്ങൾ എല്ലാവരും വടക്കുന്നാഥനെ വണങ്ങാൻ വേണ്ടിയിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി 1 മണിയോടുകൂടി കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വൈകിട്ട് ഇവിടേക്ക് തിരിച്ചെത്തുന്നു. അതിനുശേഷം വൃശ്ചിക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇവിടെ വൃശ്ചിക മാസത്തിലെ കാർത്തിക. ആ കാർത്തികയ്ക്ക് 5 ദിവസം മുമ്പ് ഇവിടുത്തെ പരിപാടികളൊക്കെ ആരംഭിച്ച് തൃക്കാർത്തിക ദിവസം വലിയ ആഘോഷപൂർവ്വം വിളക്കുകൾക്ക് ശേഷം 3 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ ഈ പരിസരമാകെ ചൂരക്കാടുകൾ കൊണ്ട് നിറഞ്ഞ് നിന്നിരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ചൂരക്കൊട്ടുകാവ് എന്നുള്ള പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് ഒരു മുളയങ്കാവ് ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉപദേവത കുടിയിരുത്തിയിട്ടുണ്ട്. അതിന് പുറമെ മതിൽക്ക് പുറത്ത് പാമ്പുംകാവും വനശാസ്താവിനും കുടിയിരുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഉപദേവതകൾ. ഈ ക്ഷേത്രം വളരെ പ്രാചീനമായിട്ടുള്ള പഴക്കം ഉള്ളതാണ്. ഇത് വളരെ ജീർണാവസ്ഥയിൽ കിടന്ന അമ്പലമായിരുന്നു. അത് ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ആയിട്ട് ഇവിടുത്തെ ജനങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് ഇവിടുത്തെ ഇത്രയും വലിയ ഒരു ഗോപുരവും ശ്രീകോവില് ചമ്പോലടിച്ചു, ചിറ്റമ്പലം ചമ്പോലടിച്ചു, പിന്നെ ചുറ്റുമതിൽ അതിഗംഭീരമായി, പിന്നെ നടപ്പര, അതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ശ്രമഫലമായിട്ടാണ്. ചൂരലുകൾ നിറഞ്ഞ കാടായിരുന്ന ഈ പ്രദേശം ചൂരൽക്കാട് എന്നറിയപ്പെടുകയും പിന്നീട് ഇവിടെ ദേവിക്ക് ക്ഷേത്രം അഥവാ കാവ് നിർമ്മിച്ചപ്പോൾ ചൂരൽക്കോടുകാവ് എന്ന് അറിയപ്പെട്ടു. ചൂരൽക്കോടുകാവ് പിൽക്കാലത്ത് ലോപിച്ച് ചൂരക്കോട്ടുകാവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് പിൽക്കാലത്ത് ഈ സ്ഥലം ചൂരക്കോട്ടുകാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ചൂരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഉപദേവതയായി ഭദ്രകാളി പ്രതിഷ്ഠയുമുണ്ട്. ഈ ഭദ്രകാളി മുളയൻകാവ് ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത്. ദുർഗയും ഭദ്രകാളിയും ഒരുമിച്ചുള്ള പ്രതിഷ്ഠ അത്യപൂർവമാണ്. ക്ഷേത്രത്തിലെ കഴകക്കാരായ പാപ്പാത്ത് തറവാട്ടിലെ ഭദ്രകാളിയെ ചൂരക്കോട്ടുകാവിൽ പ്രതിഷ്ഠിച്ചതാകാമെന്ന് പറയപ്പെടുന്നു. ചൂരക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ 2 നേരം പൂജയും നിവേദ്യങ്ങളുമുണ്ട്. ഈ ക്ഷേത്രം പണ്ട് രാമഞ്ചിറ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴടമായിരുന്നു. ഇന്ന് ഈ 2 ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണെങ്കിലും ശാന്തിയും കഴകക്കാരും വെവ്വേറെയാണ്. ശ്രീരാമനവമിക്ക് ഉച്ചയ്ക്ക് ശ്രീരാമൻ എഴുന്നള്ളി ചൂരക്കോട്ടുകാവിലെത്തി ഇറക്കി പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ഒരു ചടങ്ങ് മാത്രം ഇപ്പോഴും നടന്നു വരുന്നു. പുലിയന്നൂർ മനക്കാർക്കാണ് ചൂരക്കോട്ടുകാവിലെ തന്ത്രിസ്ഥാനം. വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ദേവിയുടെ പിറന്നാളായി ആചരിക്കുന്നത്. കൂടാതെ ശിവരാത്രിക്ക്
വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പതിവുണ്ട്. നവരാത്രിക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. ഈ ക്ഷേത്രത്തിൽ മനോഹരമായ ക്ഷേത്രക്കുളവും കല്യാണ മണ്ഡപവുമുണ്ട്. പൂരത്തിന് 7 ദിവസം മുമ്പേ മകീരം നാളിൽ ക്ഷേത്രത്തിൽ കൊടിയേറും. ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും ഒടുവിൽ കൊടി കയറുന്നത് ചൂരക്കോട്ടുകാവ് ക്ഷേത്രത്തിലാണ്. രാത്രി 8-നും 8:30-നും ഇടയിലാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് 2 നാൾ മുമ്പേ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടക്കും. തുടർന്ന് സ്ഥലശുദ്ധി വരുത്തിയാണ് കൊടിയേറുക. കൊടിയേറ്റത്തിന് മുൻപേ വൈകിട്ട് 4 മണിക്ക് വലിയ പാണികൊട്ടി ഭഗവതിയുടെ തിടമ്പ് ശ്രീകോവിലിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. ദീപാരാധനയ്ക്ക് ശേഷം മകീരം പുറപ്പാട് നടക്കും. ചെമ്പടമേളത്തിൻ്റെ അകമ്പടിയോടെ ആനപ്പുറത്താണ് ദേവിയുടെ എഴുന്നള്ളത്ത്. ക്ഷേത്രമതിൽക്കകത്ത് നിന്ന് ദേവി പുറത്തിറങ്ങുന്നതോടെ പാണ്ടിമേളം ആരംഭിക്കും. അപ്പോൾ ആചാര വെടിക്കെട്ട് നടക്കും. മേളം അവസാനിപ്പിച്ച ശേഷം നാദസ്വരത്തിൻ്റെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയോടെ ദേവി കിഴക്കേ നടയിലുള്ള ക്ഷേത്രക്കുളത്തിൽ ആറാട്ടിനായി പുറപ്പെടും. ഈ സമയം നാട്ടുകാർ ചേർന്ന് കൊടിയേറ്റും. ആറാട്ട് കഴിഞ്ഞ് ദേവി മടങ്ങിയെത്തുമ്പോൾ ഭക്തർ നിറപറകൾ വെച്ച് സ്വീകരിക്കാറുണ്ട്. തുടർന്ന് ദേവിയെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കും. പൂരം കൊടികയറി 7 ദിവസവും ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകൾ നടക്കും. കൊടികയറി 2-ാം ദിവസം ഉച്ചയ്ക്ക് പുറനാട്ടുകര കൊറ്റമ്പിള്ളി മനക്കൽ ഇറക്കി എഴുന്നള്ളിപ്പ് പതിവുണ്ട്. അന്ന് പുറനാട്ടുകര, മുതുവറ, വിവേകാനന്ദ റോഡ്, പുത്തിശ്ശേരി എന്നിവിടങ്ങളിൽ പറയെടുപ്പും നടക്കും. രാത്രിയിൽ തിരുവാതിര വിളക്ക് ആഘോഷിക്കും. 3-ാം ദിവസം ചൂരക്കാട്ടുകര പടിഞ്ഞാറ് ഭാഗത്തും 4-ാം ദിവസം ചൂരക്കാട്ടുകര വടക്കുഭാഗം, അയ്യപ്പൻകാവ് പരിസരം എന്നിവിടങ്ങളിലും പറയെടുപ്പ് നടക്കും. തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചൂരക്കൊട്ടാവിലെ അമ്മയാണ് ഇവിടെ പ്രതിഷ്ഠ. ചൂരക്കൊട്ടാവിലെ അമ്മ അഭയം കൊടുക്കുന്ന ശാന്തസ്വരൂപിണിയായിട്ടുള്ളൊരു ദേവിയാണ് ഇവിടെ കുടിയിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ തന്ത്രിപൂജ ദിവസേന തന്ത്രിപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂരത്തിൻ്റെ ചടങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പൂജയുണ്ട്. തന്ത്രിപൂജയുണ്ട്. ആദ്യത്തെ പൂജ കഴിഞ്ഞാൽ ആറാട്ടുകടവിലേക്ക് പോയിട്ട് ആറാട്ടുകടവിൽ ഭഗവതിയുടെ ആറാട്ടാണ്. ഭഗവതിയുടെ ആറാട്ട് കടവിൽ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചപൂജയ്ക്കിടയിൽ നവകം, പഞ്ചവ്യം കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. നവകാഭിഷേകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജയോടുകൂടി അവസാനിച്ച പിന്നെ ശ്രീഭൂതബലിയാണ്. ശ്രീഭൂതബലിയോടുകൂടി തന്ത്രിപൂജ കഴിഞ്ഞു. അന്നേ ദിവസം പറപ്പുറപ്പാടുണ്ട്. എല്ലാ ദിവസവും പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസങ്ങളിലും പറപ്പുറപ്പാടുണ്ട്. ക്ഷേത്രത്തിൽ ദുർഗാദേവിയാണ് മെയിൻ പ്രതിഷ്ഠ. ഉപദേവതകളായിട്ട് ഭദ്രകാളി ഉണ്ട്, സർപ്പക്കാവ്, പിന്നെ ഒരു ശാഫ്താവ്, വനശാഫ്താവ് എന്ന് പറയും. ശാഫ്താവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഭഗവതിയുടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തസ്വരൂപിണിയാണ്. അഭയം ആയിട്ട് ഇരിക്കുന്ന ദേവിയാണുള്ളത്. ദിവസേന രാവിലെ 5:30 തുറക്കും. 5:30 തുറന്നു കഴിഞ്ഞാൽ മലർ നിവേദ്യം, ഗണപതി ഹോമം, ഉഷപ്പൂജ. ഇത് കഴിഞ്ഞാൽ തന്ത്രി വരികയായി. പിന്നെ തന്ത്രിയാണ് പൂജകളും കാര്യങ്ങളൊക്കെ. ആറാട്ട് 7 മണി 7:00 കടവിലെ ആറാട്ടാണ് ഭഗവതിയുടെ. ഉഷപ്പൂജ കഴിഞ്ഞാൽ ആറാട്ടടവിലേക്ക് ആനപ്പുറത്ത് ഒരു എഴുന്നള്ളിപ്പുണ്ട്. എഴുന്നള്ളിപ്പിനോടുകൂടി നേരെ കടവിലേക്ക് ചെന്നെത്തും. കടവിൽ പിന്നെ ആറാട്ട് കഴിയുന്നതോടുകൂടി ആറാട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ ഉച്ചപൂജയാണ് തന്ത്രിയുടെ ഉച്ചപൂജ. നവകം, പഞ്ചവ്യൊക്കെ ആടി ഉച്ചപൂജയോടുകൂടി ഉച്ചപൂജ കഴിഞ്ഞാൽ ശ്രീഭൂതബലിയോടുകൂടി അവസാനിക്കും. ദിവസേന 7 ദിവസമുണ്ട്. പൂരമല്ലാതെ ഇവിടുത്തെ പ്രധാന വിശേഷപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തിൽ കാർത്തികയാണ്. ഭഗവതിയുടെ പിറന്നാൾ ദിവസമാണ്. 5-ാം ദിവസം പുഴയ്ക്കൽ, മുതുവറ എന്നിവിടങ്ങളിലാണ് പറയെടുപ്പ്. 6-ാം ദിവസം ചൂരക്കോട്ടുകാവ് പാറശ്ശേരി മനയിലാണ് ഇറക്കി എഴുന്നള്ളിപ്പ്. അന്ന് കുറ്റൂർ, ചൂരക്കോട്ടുകാവ് അമ്പലപരിസരം എന്നിവിടങ്ങളിലും പറയെടുപ്പ് നടക്കും. പൂരദിവസം രാവിലെ പള്ളി ഉണർത്തലിന് ശേഷം 4 മണിയോടെ ആറാട്ടും ശീവേലിയും കഴിഞ്ഞ് 6:30 ദേവി ക്ഷേത്രത്തിൽ നിന്നും പൂരനഗരിയിലേക്ക് പുറപ്പെടും. പൂരം പുറപ്പാടിനു മുമ്പേ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളും രാത്രിയിലെ അത്താഴ പൂജ വരെ കഴിഞ്ഞിരിക്കും. വലിയ പാണികൊട്ടി നാദസ്വരത്തിൻ്റെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് ഒരാനപ്പുറത്താണ് ദേവിയുടെ എഴുന്നള്ളത്ത്. ചൂരക്കോട്ടുകാവിലമ്മയുടെ എഴുന്നള്ളിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേശക്കൂട്ടായ്മയോടെയാണ് ദേവിയുടെ പൂരം പുറപ്പാട്. ചൂരക്കോട്ടുകാവ് ക്ഷേത്രം മുതൽ വടക്കുന്നാഥ സന്നിധി വരെ ദേശത്തെ പുരുഷന്മാരും സ്ത്രീകളുമടങ്ങുന്ന 100 കണക്കിന് ആളുകൾ കിലോമീറ്ററുകളോളം താണ്ടി ദേവിയോടൊപ്പം ഉണ്ടാകും. മുതുവറ, പുഴയ്ക്കൽ വഴി
MG റോഡിലൂടെയാണ് പൂരം കടന്നു പോകുക. പോകുന്ന വഴികളിലെല്ലാം നിറപറകൾ വെച്ച് ഭക്തർ ദേവിയെ സ്വീകരിക്കും. കൂടാതെ പൊങ്കുന്നം ശിവക്ഷേത്രത്തിലും കോട്ടപ്പുറം ശിവക്ഷേത്രത്തിലും പറയെടുപ്പ് പതിവുണ്ട്. ഈ എഴുന്നള്ളിപ്പ് 9 മണിയോടെ നടുവിലാലിലെത്തിയാൽ പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഇറക്കി പൂജ പതിവുണ്ട്. 9:30 14 ആനകളുടെയും പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ ചൂരക്കോട്ടുകാവ് പൂരം ആരംഭിക്കും. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ ഘടകപൂരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് ചൂരക്കോട്ടുകാവാണ്. തിരുവമ്പാടിയുടെ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും 14 ആനകളോടെയുള്ള എഴുന്നള്ളത്തും കണ്ടാൽ ഇത് തിരുവമ്പാടിയുടേതോ അതോ പാറമേക്കാവിൻ്റെയോ എഴുന്നള്ളത്താണെന്ന് പലരും സംശയിക്കാറുണ്ട്. 11 മണിയോടെ ശ്രീമൂലസ്ഥാനത്ത് മേളം കൊട്ടി അവസാനിപ്പിച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരം വഴി അകത്ത് കടന്ന് വടക്കുന്നാഥനെ വണങ്ങിയ ശേഷം പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുരം വഴി ഭഗവതി പുറത്തിറങ്ങും. തെക്കേ ഗോപുരം കടക്കുന്നതിനു മുമ്പേ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടക്കും. തുടർന്ന് നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകും. അന്നേ ദിവസം പകൽ ദേവി വിശ്രമിക്കുക പാറമേക്കാവ് ക്ഷേത്രത്തിലാണ്. ചൂരക്കോട്ടുകാവിലമ്മ പാറമേക്കാവിലെത്തിയാൽ മാത്രമേ പാറമേക്കാവിലമ്മയുടെ പൂരം പുറപ്പാട് ആരംഭിക്കുകയുള്ളൂ. രാത്രിയിൽ 9:30 എഴുന്നള്ളത്ത് ആരംഭിക്കും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് സ്വരാജ് റൗണ്ടിലൂടെ ദേവി നടുവിലാലിലെത്തും. തുടർന്ന് 10 മണിയോടെ ചൂരക്കോട്ടുകാവിലമ്മയുടെ പൂരം ആരംഭിക്കും. രാത്രിയിലും രാവിലത്തേതുപോലുമുള്ള ചടങ്ങുകൾ നടത്തി 12 മണിയോടെ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ കയറി ദേവി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് ചൂരക്കോട്ടുകാവാണ്. 14 ആനകൾ. അത് ശക്തൻ തമ്പുരാൻ നൽകിയ ഒരു ആദരവാണ്. രാവിലെ 14 ആനകളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്തെങ്കിലും രാത്രിയിൽ ആനകളുടെ എണ്ണം കുറയാറുണ്ട്. ഉത്തരം വിളക്കോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകുക. പൂരപ്പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് നട തുറന്ന ശേഷം 5:30 ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും. നടപ്പാണ്ടിയുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെയാണ് ആറാട്ട് എഴുന്നള്ളത്ത്. ആറാട്ട് കടവിലാണ് അന്ന് ദീപാരാധന നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷം ദേവി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തുടർന്ന് 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും. കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം പാണ്ടിമേളം ആരംഭിക്കും. മേളം കൊട്ടിക്കലാശിച്ച ശേഷം ആനപ്പുറത്ത് 9 ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് എഴുന്നള്ളിപ്പാന കൊടിമരം തൊടുന്നതോടെ ദേശക്കാർ കൊടിയിറക്കും. കൊടിയിറക്കത്തിന് ശേഷം 25 കലശമാടി ദേവിയുടെ ചൈതന്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങും നടക്കും. ഇതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പഴയ കാലത്ത് പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയണത്. പിന്നെ അത് പ്രശ്നം വെച്ച് ചെറിയ അമ്പലമായിരുന്നു. ഇപ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ദേവസ്വത്തു നിന്നും എല്ലാവരും കൂടിയിട്ട് അമ്പലം വിപുലീകരിച്ച് കുറച്ച് കേമായിട്ടുള്ള പരിപാടിയായിട്ടുണ്ട്. ഇപ്പോൾ വിശേഷങ്ങളായിട്ടും ദിവസേന ഇപ്പോൾ വഴിപാടൊക്കെ കൂടി ഇതാണ് നനദുർഗയാണ്. മഴ പെയ്താൽ നനയണം, വെയിൽ കൊള്ളണം, അങ്ങനെയാണ് പഴയ കാലത്ത് അങ്ങനെയാണ്, അന്ന് തൊട്ട് അങ്ങനെയാണ്. അതിപ്പോഴും അതേമാതിരി തന്നെ മഴ കൊള്ളുന്നുണ്ട്, വെയിലും കൊള്ളും, അങ്ങനെ ഉള്ളിൽ ഇതാണ് വെള്ളം വീണുകൊണ്ടിരിക്കും. പ്രത്യേകമായിട്ട് ചുറ്റുവിളക്ക്, പൂമൂടൽ, അങ്ങനെ ദിവസപൂജ, അങ്ങനെ ഓരോ വഴിപാടുകൾ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് ഓരോരുത്തരായിട്ട്. പിന്നെ കാർത്തിക ഗംഭീരമായിട്ട് വൃശ്ചികമാസത്തിൽ കാർത്തിക നാൾ കേമായിട്ടുള്ള പരിപാടിയാണ്. ഒരുപാട് ആൾക്കാർക്ക് പ്രസാദം ഊട്ടും, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഗംഭീര പഞ്ചവാദ്യം, മേജർ സെറ്റ് പഞ്ചവാദ്യം, 3 ആനയായിട്ടുള്ള എഴുന്നള്ളിപ്പ്, അങ്ങനെയുള്ള ഇതൊക്കെ എല്ലാ കൊല്ലം 2 കൊല്ലമായിട്ട് ഈ കോവിഡ് ഇത് കാരണം കൊണ്ട് ഇങ്ങനെ നിർത്തിവെച്ചു. വീണ്ടും പൂരം രണ്ടാമതും ആരംഭിക്കണം എന്നുള്ളതല്ലാണ്. അപ്പോൾ അടുത്തയിടെയാണ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. മൂലബിംബം ഒഴികെ ക്ഷേത്രമെല്ലാം പുനർനിർമ്മിച്ചു. ശ്രീകോവിൽ, മുഖമണ്ഡപം, ചുറ്റമ്പലം, വലിയമ്പലം, നടപ്പുര, ഗോപുരം, പ്രദക്ഷിണ വഴി എന്നിവയോടുകൂടിയാണ് ക്ഷേത്രം പുതുക്കി പണിതത്. ആദിപരാശക്തിയായ ഭഗവതി നനദുർഗാരൂപത്തിൽ സർവസിദ്ധി പ്രദായിനിയും ഐശ്വര്യപ്രദായിനിയും വിളിപ്പുറത്തമ്മയുമായി ചൂരക്കോട്ടുകാവിൽ വാണരുളുകയാണ്.
പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് ദുർഗാ ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത്. നനദുർഗിയാണ് ഇവിടുത്തെ ദേവി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വെയിലും മഴയും മഞ്ഞും ഏൽക്കത്തക്ക വിധമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തൃശ്ശൂർ പൂരത്തിൻ്റെ പങ്കാളി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. പ്രധാന പൂരം പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ പൂരത്തിനാണ്. 14 ആനകൾ. അത്രയും പ്രാധാന്യം ഈ ക്ഷേത്രത്തിനുണ്ട്. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE. KSFEയിലെ നിക്ഷേപങ്ങൾക്ക് ഇനി അധിക നേട്ടം.